ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോഴിക്കോട് പെരുമണ്ണയിൽ കാട്ടുപന്നി കിണറ്റിൽ വീണു. മുണ്ടുപാലത്തെ രവീന്ദ്രന്റെ പറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. വനപാലക സംഘം എത്തി പന്നിയെ പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തെടുക്കാനുള്ള ശ്രമം ആരംഭിക്കും അല്പസമയത്തിനുള്ളിൽ. കാട്ടുപന്നി ഇപ്പോഴും കിടക്കുന്നത് കിണറ്റിനകത്ത്. ആ കാട്ടുപന്നി ഇങ്ങനെ പേടിച്ചരണ്ട് നിൽക്കുന്നതായിട്ട് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എ കെ അഭിലാഷ് ഉണ്ട് നമുക്കൊപ്പം. എ കെ അഭിലാഷ്, ഗുഡ് മോർണിംഗ് അഭിലാഷ്. എപ്പോഴാണ് ഈ കാട്ടുപന്നി ചേട്ടൻ വീണത് ഈ കിണറ്റിൽ? ഡോക്ടർ അരുൺ, ഈ കാട്ടുപന്നിയാണോ പേടിച്ചിരിക്കുന്നത് അതോ ഇവിടെയുള്ള നാട്ടുകാരാണോ പേടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ കാട്ടുപന്നിയുടെ ശല്യം നിരന്തരമായിട്ടുണ്ട്. ഇവർ പലപ്പോഴും പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസമായി കിണറ്റിൽ ഈ കാട്ടുപന്നി കുടുങ്ങിയിട്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് കിണറ്റിലേക്ക് നോക്കിയാൽ കാണാം, വലിയൊരു പന്നിയാണ്. ഏതാണ്ട് ഒരു 4 അടിയിലേറെ നീളമുള്ള വലിയൊരു പന്നിയാണ്. ഇത് അതായത് 2 ദിവസം മുമ്പാണ് ഈ കിണറ്റിൽ വീണത്. അതിനുശേഷം പഞ്ചായത്തിനെയും അതോടൊപ്പം തന്നെ വനപാലക സംഘത്തെയും ഒക്കെ അറിയിച്ചിരുന്നു. പക്ഷേ ഇതിനെ പുറത്തെടുക്കുന്നത് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഇതിനെ പുറത്തെത്തിക്കുമെന്നാണ്. ഏതായാലും വലിയ തരത്തിൽ ആശങ്കപ്പെടുന്ന കാര്യമാണ്. കാരണം കൃഷിനാശം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ വാഹനങ്ങൾക്കൊക്കെ കുറുകെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ വലിയ തരത്തിൽ അപകട സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് കൃഷിനാശമാണ്, കാർഷിക മേഖലയാണ്. ഇതിപ്പോൾ ഒരു വീട്ടുപറമ്പിലെ കിണറിലാണ്. അതായത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ കിണറ്റിലുള്ളത്. അവിടെ പമ്പ് സെറ്റൊക്കെ വെച്ചിരിക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഏതായാലും രവീന്ദ്രൻ്റെ വീട്ടിലെ പറമ്പിലെ കിണറ്റിലാണ് ഇപ്പോൾ ഈ പന്നിയുള്ളത്. രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് എത്ര ദിവസമായി? ഇത് മെനയാന്നാണ്, രാത്രിയാണ് ഇത് വീണത്. പിന്നെ ഞാൻ മോട്ടറിൽ വെള്ളം അടിക്കാതെ നോക്കണേരം വെള്ളം കയറാഞ്ഞിട്ട് വന്ന് നോക്കിയതാണ്. അപ്പോൾ വന്ന് നോക്കണേരം വലയൊക്കെ പൊട്ടിച്ച് താഴോട്ട് വീണിട്ടുണ്ട്. അപ്പം മണ്ണൊക്കെ കുത്തി, കിണറിന് ചുറ്റുപാടുള്ള മണ്ണൊക്കെ കുത്തി ഇടിച്ചിട്ട് ഉണ്ട്. മോട്ടറിനൊക്കെ കേടുപാട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റിനെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വരാമെന്ന് വൈകുന്നേരം പറഞ്ഞ് ഇന്നലെ വരാമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ വണ്ടി കേടാണ്, അപ്പം നാളെ എത്തുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവരെ പോലും വന്നിട്ടില്ല, എന്നങ്ങോട്ട് വിളിച്ചിട്ടുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റിനോട് അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന് ഇപ്പം എന്നെ വിളിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ വന്നോ ഇല്ല എന്ന് വിവരം അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ഞങ്ങൾക്ക് ഇവിടുത്തെ കൃഷി ഒന്നും വാഴയും പിന്നെ ചേമ്പ്, അങ്ങനെ മഞ്ഞൾ, ഇതൊന്നും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഒക്കെ പന്നി കുത്തി തകർക്കുകയാണ്. കർഷകൻ കൂടിയായ ഒരു ഗംഗാരട്ടൻ നമുക്കൊപ്പുണ്ട്. ഗംഗാരട്ടന് പറയാനുള്ളത് തേങ്ങയൊന്നും പൊളിക്കേണ്ട ആവശ്യമില്ല, പന്നി തന്നെ പൊളിക്കുമെന്നാണ്. എന്താ ഗംഗാട്ടൻ പറയാം? തേങ്ങ ഞങ്ങളെ വീട്ടിലൊക്കെ തേങ്ങ വീണ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നും കിട്ടുന്നില്ല. അതിച്ചാൽ രാവിലെ നോക്കുന്ന സമയത്ത് തേങ്ങ നമുക്ക് അതേമാതിരി പൊളിക്കാൻ കഴിയില്ല. അപ്പം നല്ല ചെറിയ പൊളിയാക്കി പൊളിച്ചിട്ട് തേങ്ങയൊന്നും ഇല്ലാതെ ചിരട്ടയൊക്കെ പൊട്ടിച്ചിട്ട് ഒക്കെ തിന്നു പോവുകയാണ്. അതേമാതിരി വാഴ കുഴിച്ചിട്ടാൽ വാഴ തള്ളിയിട്ടിട്ട് അടി ഒന്നായിട്ട് മാന്തിയിട്ട് അതിൻ്റെ കിഴങ്ങ എന്താ തിന്നു പോവുകയാണ്. പിന്നെ അതേമാതിരി തെങ്ങിൻ തൈ പഞ്ചായത്തിൽ നിന്നൊക്കെ തെങ്ങിൻ തൈ കിട്ടി കുഴിച്ചിട്ടാൽ അതൊക്കെ തള്ളിയിട്ടിട്ട് അതിൻ്റെ അതൊക്കെ ഒന്നായിട്ട് തിന്നു പോവുക. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. പന്നിശല്യം രൂക്ഷമാണോ അവിടെ? പിന്നെ കുറേ അങ്ങനെ രാത്രിയാണ് ഇവിടെ ഇറങ്ങുക. രാത്രി ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ആഴ്ച അറിയില്ല, അതേമാതിരിയുള്ള ഒരു പന്നി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയ ഒറ്റ ഓട്ടം മുകളിലേക്ക്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ബന്ധപ്പെട്ടപ്പോൾ ഇന്നലെ കനത്ത മഴയായതുകൊണ്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്താതിരുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ഇന്ന് എത്തും. ഇതിനുശേഷം ഷൂട്ടർ എത്തുമെന്നാണ് അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഷൂട്ടർ എത്തിയതിനു ശേഷം ഇതിനെ വെടിവെച്ചായിരിക്കും ഇതിനെ പുറത്തെടുക്കുക എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ആളുകളോട് നാളെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ വെള്ളം അടുത്ത കാലത്തൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഈ വെള്ളം അടിച്ചു മാറ്റാൻ കഴിയില്ല. കാരണം മഴയാണ്, അതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അടിച്ചാൽ തീരാത്ത വെള്ളമായിരിക്കും. ഏതായാലും ഇത് നല്ല ശൗര്യമുള്ളൊരു പന്നിയാണ്. നമ്മളിവിടെ വരുമ്പോൾ നമ്മളോട് വലിയ തരത്തിൽ ശൗര്യമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ മറുഭാഗത്തായതുണ്ടായിരുന്നു. ഇപ്പോൾ കിണറിൻ്റെ മറുഭാഗത്തേക്ക് എത്തുകയും അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളെ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ അത് വീക്ഷിക്കുന്നുണ്ട്. ഏതായാലും 4 അടിയിലേറെ വലുപ്പമുള്ള വലിയൊരു കാട്ടുപന്നിയാണ് രവീന്ദ്രൻ ചേട്ടൻ്റെ വീട്ടുമുറ്റത്തെ അല്ലെങ്കിൽ വീട്ടുപറമ്പിലെ ഈ കിണറ്റിൽ വീണ്ടിരിക്കുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി ഇതിനെ വെടിവെക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പറയാ, ഈ വെടിവെക്കും എന്ന് പറഞ്ഞപ്പം വേറൊരു തരത്തിലുള്ളൊരു ഫീലിംഗ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. പക്ഷേ ക്ഷുദ്രജീവിയാണ്, നാട്ടുകാർക്കൊക്കെ മുഴുവൻ പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. പറഞ്ഞു കേട്ടില്ലേ, ഈ തേങ്ങയൊക്കെ സ്വന്തമായിട്ട് വന്ന് പൊളിച്ച് ആശാൻ ഇതിനകത്ത് കഴിച്ചുകൊണ്ടങ്ങ് പോലെ പതിവ്. വാഴ വയ്ക്കാൻ പറ്റുന്നില്ല, തെങ്ങ് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സാധനം കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ വിളകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇത്തരം കാട്ടുപന്നികളുടെ സ്വൈരവിഹാരമാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. കോഴിക്കോട് പെരുമണ്ണയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.